പ്രാദേശിക മാധ്യമ പ്രവർത്തകർ വലിയ വെല്ലുവിളികൾ നേരിട്ടാണ് വാർത്തകൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതെന്ന് മന്ത്രി വി.എൻ. വാസവൻ. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റുമാനൂരിൽ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രവർത്തക സംഗമവും ഓണക്കിറ്റ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പരിഗണനയ്ക്ക് വിധേയമാവാതെ പോകുന്ന സാഹചര്യം മാനേജ്മെന്റ് ഭാഗത്തും അതുപോലെ തന്നെ അധികൃതരുടെ ഭാഗത്തും ഉണ്ടാവാം. ഈ രണ്ട് തരത്തിലും അത് പ്രത്യേകമായി പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ആദ്യമായി ഒരുപക്ഷെ നോൺ ജേർണലിസ്റ്റീവ് കക്ഷികൾക്കെല്ലാം പെൻഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള നിവേദനവുമായി ഞാൻ കോട്ടയം എം എൽ എ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് BSF നിവേദനം കൊടുത്ത് അത് യാഥാർത്ഥ്യമാക്കി. അതുവരെ നോൺ ജേർണലിസ്റ്റുകാർക്കൊന്നും ആ കാലഘട്ടത്തിൽ പെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അത് അനുവദിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചത്. അതിനുശേഷമാണ് പിന്നീട് പ്രാദേശിക ലേഖകന്മാരുടെ പെൻഷനും അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ വരാൻ ഇടവന്നു. നിശ്ചയമായും ഇക്കാര്യത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ഉയർന്നു വരേണ്ട ഒരു വിഷയമാണ്. അത്തരത്തിൽ നിങ്ങൾ നിവേദനം തരുന്ന പക്ഷം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെ ഇത് കൊണ്ടുവരാനും ഈ കാര്യത്തിൽ ഭാവി നമുക്കതിനെ പരിഗണന ലഭിക്കേണ്ട സാധ്യമാക്കാൻ എന്നാലാവുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ തയ്യാറാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. നിശ്ചയമായും ഈ ഘട്ടത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെയും അതോടെ തന്നെ ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിശ്വമാനവയുടെ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഓണം കടന്നു വരുന്നത്. ആ ഓണം നമ്മൾ എല്ലാവരെയും കൂടി ആഘോഷിക്കാൻ പരസ്പരം നമ്മൾ സൗഹൃദം പങ്കിടാനെല്ലാം ഇപ്പോൾ ഏറ്റവും നല്ല ഒരു കൂട്ടായ്മ ഉറപ്പാക്കിക്കൊണ്ട് ഇത്തരമൊരു തീരുമാനമെടുക്കുന്നതിന്റെ ഭാരവാഹികളെ അനുവദിക്കുന്നു. അംഗങ്ങൾക്കായി കോട്ടയം ജില്ലയിൽ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് A.R. രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. നമ്മുടെ സംഘടന ജില്ലയിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ അത് കൂടുതൽ ശക്തമാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിലെ സാധാരണക്കാരായ അംഗങ്ങൾക്ക് ഓണക്കിറ്റ് നൽകുവാൻ ഈ സംഘടന തീരുമാനിക്കുകയും അതിനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. നമ്മുടെ സ്വാഗത പ്രസംഗൻ പറഞ്ഞതുപോലെ തന്നെ പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളിൽ പങ്കുചേരുക എന്നുള്ളത് ഒരു മരണചടങ്ങിൽ പോലും വേണ്ട വിധത്തിൽ പങ്കുചേരുക കഴിയാതെയുള്ള ഒരിതാണ്. നമ്മളുടെ തന്നെ സഹപ്രവർത്തകൻ സലീമഗാസ് ജീവിതയാത്രയിൽ ജോലിക്കിടയിലാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഇന്ന് നമ്മുടെ സംഘടനയിൽ സജീവമാണ്. അവർ കർമ്മരംഗത്തും സജീവമാണ്. മാതൃഭൂമിയുടെ റിപ്പോർട്ടറായി ഇന്നും അവർ കടുത്തുരുത്തി മേഖലയിൽ പ്രവർത്തിക്കുന്നു. അത്തരത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി 15 വർഷക്കാലമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ സംഘടനയുടെ കരുത്താണ് കാണിക്കുന്നത്. വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി E.S. ബിജു മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് N.B. തോമസ്, SMSM പബ്ലിക് ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് P. രാജീവ് ചിറയിൽ, അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ബൈജു പെരുവ, ജില്ലാ ഭാരവാഹികളായ രാജേഷ് കുരിനാട്, അജേഷ് ജോൺ, ബെയ്ലോൺ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു.